ഒരു മാനേജർ പൊസിഷനിൽ നിന്ന് 10-15 വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഒരു 10-25,000 ദിർഹംസ് ശമ്പളവും വാങ്ങിച്ചിരുന്ന ഒരു വ്യക്തി അവിടെ പോയി ജോലി ഒന്നും കിട്ടാതെ 2 വർഷം കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പഠിച്ച വിഷയത്തെ ആസ്പദമാക്കിയുള്ള ജോലി കിട്ടാൻ അവിടെ ബുദ്ധിമുട്ടാണോ എന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് നമ്മുടെ നാട്ടിലും ബുദ്ധിമുട്ടാണ്. ബട്ട് വ്യത്യാസം എന്ന് പറയുന്നത് അത്രയും തുക മുടക്കി ആ അവസ്ഥയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളത് ചെയ്തില്ല, വിജയിച്ചില്ല എങ്കിൽ നിങ്ങളെ മാത്രമല്ല, ആ ലോൺ എടുത്തത് നിങ്ങളുടെ പാരൻസിന്റെ കൊളാറ്ററൽ വെച്ചാണെങ്കിൽ അവരെയും ബാധിക്കുന്ന കാര്യമാണ്. അവിടുത്തെ ഇപ്പൊ കനേഡിയൻസിന്റെ അവസ്ഥ അതാണ്, അമേരിക്കൻസിന്റെ അവസ്ഥ അതാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ 30 എബോവ് ഉള്ളവർ ഇപ്പൊ പാരൻസിന്റെ കൂടെ തിരിച്ചു വന്ന് ബേസ്മെന്റിൽ, അവിടെ അങ്ങനെ പരിപാടി ഉണ്ട്, ബേസ്മെന്റ് ഉണ്ട്, അതിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം സ്കൈ ഹൈയാ. സ്വന്തമായിട്ട് റെന്റ് കൊടുക്കാൻ വയ്യ. അതില്ലാത്തവരാണ് കാറിലും അതിലും ഇതിലും ഹോംലെസ് ആയിട്ട് ജീവിക്കുന്നത്.